ഒരു പ്രോബിന്റെ കേടുപാടുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ ശസ്ത്രക്രിയ നടന്നില്ല എന്നൊരു വിഷയം എന്റെ മുന്നിൽ എത്തിയിട്ടില്ല. അത് പഴയ പ്രശ്നം. ഇന്നത്തെ പ്രശ്നമുണ്ട് ഇന്നത്തെ പ്രശ്നം നമ്മൾ പറയാം സാറേ. ഇപ്പോൾ ദേ പറയുന്നു ഏതാനും ചില ഭാഗങ്ങൾ കാണാനില്ലെന്നും ഡോക്ടർ പറഞ്ഞത് കളവായിരുന്നുവെന്നും. ഇവൻ പറയുന്നത് ശരിയാണോ? MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹത്തിന് മെമ്മോ അയച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നന്നായി. എന്തായാലും ആശുപത്രിക്ക് ഉപകരണങ്ങൾ എത്തിക്കുന്നതിനേക്കാൾ വേഗത്തില് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം അറിയാം. അതിനെങ്കിലും ഒരു ഉഷാറ് കാണിച്ചല്ലോ, സന്തോഷം. അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. നമുക്ക് പിന്നെ അസ്വാഭാവികതകളൊന്നും ഇല്ലല്ലോ, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. നാട്ടുകാരെ, നിങ്ങളെ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. അദ്ദേഹത്തെ വേട്ടയാടി ഇനി ആരെങ്കിലും ഡോക്ടർമാര് കേരളത്തിൽ വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ അർത്ഥം. അതാ കമ്മിറ്റി, അത് നമുക്കിപ്പോ എനിക്കറിയില്ലല്ലോ, ഡോക്ടേഴ്സ് അല്ലേ പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സിന്റെ സമിതിയാണ്. ഡോക്ടേഴ്സിന്റെ സമിതി പറഞ്ഞ ഒരു കാര്യം അത് അവരന്വേഷിക്കണം എന്ന് ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ടുണ്ട്. അപ്പൊ ആ സംശയവും തീർന്നു. അയ്യോ, ആ ഡോക്ടറോട് വിശദീകരണം ചോദിച്ചതിനെ പൊതുജനങ്ങളൊന്നും തെറ്റിദ്ധരിച്ചേക്കരുതേ, മന്ത്രിയെ ഒട്ടും തെറ്റിദ്ധരിച്ചേക്കരുതേ. മനസ്സിന്റെ സമനില തെറ്റിയ ആർക്ക് എന്തുവാ പറയാൻ പറ്റാത്ത പിള്ളേച്ചാ. ഫ്ലാഷ് ബാക്ക്. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. ഡോക്ടർ ഹാരിസും കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല ഇടിഞ്ഞു പൊടിഞ്ഞ് തവിട് പൊളിയായി വീണിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അന്നേ കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നും ഏത് വഴിക്കാണത് പോകുന്നതെന്നും എല്ലാം മനസ്സിലാകുന്നുണ്ട്. എനിക്ക് വയ്യ. എന്താ പ്രശ്നം? ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി? ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാകുന്നത്? അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ? നീ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടോ എന്നാണോ? അദ്ദേഹത്തെ കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. വാൽവ് മുറുക്കി അടച്ചാരെ, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. മെമ്മോയൊക്കെ എന്ത്, അതിനും വലുത് അവര് അണിയറയിൽ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തടയരുത്. അങ്ങനെ തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപകരണം മോഷണം പോയി എന്നാണ് കണ്ടുപിടുത്തം. കാണാതായതല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, അത് മാറ്റി വെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല. മന്ത്രി മേഡത്തിന്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ ഇതൊക്കെ എന്ത്? സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. പലതവണ നിങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടും തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ പൊതുജനങ്ങളോട് ഈ വിഷയം അറിയിച്ചതാണ് അദ്ദേഹം നടത്തിയ പെരുമാറ്റച്ചട്ട ലംഘനം. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. സംഗതി ശരിയാണ് കേട്ടോ മിനിസ്റ്റർ. ഹാരിസ് ഡോക്ടർ കൊടുത്ത കത്തൊക്കെ പുറത്തു വന്നുണ്ട്. കയ്യിന്ന് പോയടാ ചാർലി. എത്ര കത്തുകൾ എഴുതി ഈ വിവരം നിങ്ങളോട് പറയാതല്ലല്ലോ പൊതുജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. ഉടനെ പെരുമാറ്റച്ചട്ടം. ഇനി എല്ലാവർക്കും ഇതൊരു മാതൃകയായിരിക്കണം ഈ ശിക്ഷ, അല്ലേ? മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. അല്ല, അത്ര ഗതികേടുണ്ടല്ലോ. സർജറി ചെയ്യാൻ പോകാൻ നേരത്ത് കത്രികയും നൂലും സൂചിയും കൂടി
രോഗി മേടിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. ഇനി എനിക്ക് മേലും കീഴുന്നു ഈ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത്. ഓരോ വർഷത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ കാലത്ത് വാരിക്കോരി കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞത് കേട്ടാൽ രോമാഞ്ചം വരും. എന്ത് പറഞ്ഞാലും കഴിഞ്ഞ സർക്കാരുകളെ അപേക്ഷിച്ച് ഈ സർക്കാരിന്റെ കാലത്താണ് ഫണ്ട് കൂടുതൽ അനുവദിച്ചത്, കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിച്ചത്. അല്ല, ഞാൻ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ ചെക്കനെ പണ്ടേ തല്ലി കൊന്നു കാട്ടിക്കൊണ്ടാണ്. ഓരോ വർഷം കഴിയും തോറും, പ്രത്യേകിച്ച് ഓരോ 5 വർഷം കഴിയും തോറും സകല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ നിങ്ങൾ അനുവദിക്കുന്ന ഫണ്ടിലും മാറ്റങ്ങൾ ഉണ്ടാകും. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാതെ അത് ഏത് സർക്കാർ വന്നാലും സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. ഒത്തില്ല, എന്താണ് ഒത്തില്ല, ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നിങ്ങൾ എന്തോ സ്പെഷ്യൽ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് ജനങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ ബെനിഫിറ്റുകൾ നിങ്ങളിൽ നിന്ന് കിട്ടി എന്നൊന്നും പറഞ്ഞു വരുത്തി തീർക്കരുത്. അപ്പോൾ പിന്നെ വീണ ജോർജ് വാരി കോരി കൊടുത്തതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ മന്ത്രി എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഡോക്ടർ ഹാരിസിനെതിരെ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു എന്നാണ് വാർത്തകൾ. അങ്ങനെ ഒരു കുറ്റാരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണ റിപ്പോർട്ട് പുറത്തുവിടണം. ഡോക്ടർ ഹാരിസും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എനിക്ക് ടെൻഷൻ കാരണം കേട്ടാ, എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച കൊട്ടണേ. ആ അന്വേഷണ റിപ്പോർട്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് വിടണ്ടേ? അത് ചോദിക്കുമ്പോ സർക്കാർ പറയാ അത് മാത്രം ചോദിക്കരുത് സാർ, അത് തരാൻ പറ്റില്ല. അത് വേറൊരു സിസ്റ്റം. ഇപ്പൊ അങ്ങനെ തോന്നിയത് നിങ്ങളെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല എന്ന് നിരന്തരം തെളിയിക്കുകയാണ് വീണ ജോർജ്. അല്ല, അത് ഡോക്ടർ കൂടി അല്ലാവട്ടെ. അവിടെ നിങ്ങളുടെ ഈ പറയുന്നത് കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ചില മാധ്യമങ്ങൾ കള്ളം പറയുന്നു. സത്യം പറയുന്ന മാധ്യമങ്ങൾ കൈരളിയും റിപ്പോർട്ടറും മാത്രമായിരിക്കും. ഇവിടുത്തെ ചോറാടാ, ഇവിടത്തെ കപ്പിത്തന്മാരും നാട്ടിക്കണ്ടാ, എനിക്ക് സൈക്കിളടാ. അപ്പോ അത് ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനാണ്, ഡോക്ടർ ഹാരിസിനെതിരെയുള്ളതാണ്, ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നീക്കമാണ്, ഡോക്ടർ ഹാരിസിനെതിരെയുള്ള പകവീട്ടിലാണ്. അങ്ങനെയാണോ? പിന്നല്ലാണ്ട് അലക്കി തേച്ച വാക്കുകൾ കൊണ്ട് വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ ന്യായീകരിക്കാൻ പ്രത്യക്ഷപ്പെട്ട വീണ ജോർജ് മാധ്യമങ്ങൾക്ക് ഉപദേശം നൽകാനും മറന്നില്ല. നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കൂലടാ. പ്രിന്റ് എടുക്കാൻ പോലും ആശുപത്രിയിൽ ഒരു പേപ്പർ ഇല്ല. ആരും മറക്കല്ലേ, കേരളം നമ്പർ 1 ആണേ, ആരോഗ്യ മേഖല നമ്പർ 1 ആണേ. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണോ? നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ തമ്പ്രാമാരുടെയും തമ്പ്രാട്ടികളുടെയും ഒക്കെ മുന്നിൽ വാക്കൈ പൊത്തി തൊഴുത് നിൽക്കാതെ പറയാനുള്ള കാര്യം പൊതുജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയേണ്ടി വന്നു ആ മനുഷ്യനെ. ആരോഗ്യ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. മരിച്ചിട്ടും നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാൻ ശ്രമിച്ച സർക്കാരും പാർട്ടിയുമാണിത്. ഇവിടെ ഇതാ ഇന്നാദ്യമായി നല്ലവനായ ഡോക്ടർ പകച്ചുപോയിരിക്കുന്നു. ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. കള്ളനും കൊലപാതകിക്കും കാപ്പയ്ക്കും കഞ്ചാവിനും പീഡനവിരുദ്ധന്മാർക്കും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം തണലാകുന്നു. എല്ലാ സർക്കാർ ജോലിക്കാർക്കും ഒരു മാതൃകയായിരിക്കണം ഈ ശിക്ഷ. ആരെങ്കിലും സർക്കാരിനെ ധിക്കരിച്ച് പൊതുജനങ്ങളോട് സത്യം പറയാൻ ഇറങ്ങി തിരിച്ചാൽ ഈ ഡോക്ടറുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്, അല്ലേ? പരിശോധിക്കാതെ കാണാതായി എന്ന് പറയാൻ പാടുണ്ടോ ഒരു കമ്മിറ്റി? അല്ല, അതൊക്കെയാണല്ലോ അവർ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തലം എന്നുള്ളതല്ലേ. അപ്പൊ ഈ വിദഗ്ധ സമിതിയുടെ ഭാഗമായി 3 അന്വേഷണങ്ങളാണ്. അതിൽ ഒരു അന്വേഷണമാണ് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം എന്ന് പറയുമ്പോൾ അതാണ് നടത്താനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞത്. സിസ്റ്റമാണ് സിസ്റ്റം മുഴുവൻ ഈ സ്ഥിതിയിലാണ് സിസ്റ്റം. അത് മാത്രം പറയരുത്. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. ഇനി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പല പുതിയ കാര്യങ്ങളും വരും, പുതിയ കണ്ടെത്തലുകൾ പലതും വരും. അതെല്ലാം സർക്കാരിന് അനുകൂലവും ആ ഡോക്ടർക്ക് പ്രതികൂലവുമായിരിക്കും. സ്വാഭാവികം. അങ്ങനെ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ അവസാനം കള്ളനായിരിക്കുന്നു. അന്വേഷണം നടക്കട്ടെ. ഇതുപോലൊരു നാറിയ ഭരണം വളരെ കൃത്യമായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. വ്യാഖ്യാനിച്ചു. ഈ മണിക്കൂറുകളിലെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്തത്. അത് ശരി, ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ. അതുകൊണ്ട് ദയവായിട്ട് അദ്ദേഹത്തെ വെറുതെ വിടൂ. ഇത് സർക്കാരിനും എനിക്കെതിരെ പറയുന്നതൊക്കെ ശരി, ഞങ്ങൾ മിനിസ്റ്റേഴ്സിനെതിരെ പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു ആളെ വെറുതെ വിടൂ. കുട്ടേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. അപ്പൊ ആരോഗ്യ വകുപ്പിന് നിങ്ങളോടൊക്കെ കൂടി ഒന്നേ പറയാനുള്ളൂ, എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കാം. അല്ലാന്നുണ്ടെങ്കിലേ
ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ പിടിച്ച് കള്ളനാക്കും. എന്താ സംശയം? ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമമാ. ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല. കാണാതായതല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ആശുപത്രിയിൽ പേപ്പർ ഇല്ലാത്ത കാര്യത്തിനെങ്കിലും എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ മാഡം? അദ്ദേഹം പിന്നീട് പറഞ്ഞതിനൊന്നും ഞാൻ കമന്റ് ചെയ്തില്ല. ഈ ചെയ്തത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്.